everyone, welcome to my new video. My name is Serafina. അപ്പോൾ ഞാൻ എന്താണ് ഈ വേഷത്തിൽ നിൽക്കുന്നത് മുല്ലപ്പൂ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പം എൻ്റെ ഒരു കസിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുമാണ്. ഇപ്പോൾ പുള്ളിക്കാരുടെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം. അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഇന്ന് കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും വരച്ച് നിൽക്കില്ല, കുറച്ച് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക്, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ സ്പൗസ് ആവാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ആവാം, അവർക്ക് നിങ്ങളോട് ലൈഫിലും ഒരു താല്പര്യം കുറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഇത്രയും നാളും ഭയങ്കര കമ്പനിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവർക്ക് നിങ്ങളോടൊരു താല്പര്യമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അതിപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ക്രഷ് ആവാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഉള്ള ഇൻട്രസ്റ്റ് കുറയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ 1 സെക്കൻഡ്, ഒരു മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇതാണ് എൻ്റെ ഹെയർ. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഫുൾ ഡ്രസ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ, ഞാൻ ഹീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീൽസ് ഞാൻ കാര്യം വെച്ചു. കണ്ടോ? ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് പറയണേ. ഇല്ലാന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് ഓപ്പണായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇത് ഞാൻ ഷീമാട്ടിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനായിരുന്നു ഇത്. എനിക്ക് നേരത്തെ മുതലേ ഇങ്ങനെ പഫ് സ്ലീവ്സ് വരുന്ന ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തതാണ്. എനിക്കൊരു ഹിന്ദു വെഡ്ഡിങ്ങിനൊക്കെ പോകാൻ ഇങ്ങനെ ബ്ലാക്ക് ഗോൾഡൻ കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു ടെമ്പിൾ ജ്വല്ലറി ഒക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകുന്ന ഒരു കളർ കോമ്പിനേഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഡയറക്റ്റ് പോയിന്റിലേക്ക് കടക്കാം. നമ്മുടെ ടിപ്സ് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇതിൽ 11 പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, എന്താണ് ലൈഫ് ബുക്ക്. ആക്ച്വലി ലൈഫ് ബുക്ക് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ കൊടുത്തതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരിട്ട് നിങ്ങൾക്ക് ഒരു ബുക്കിനെ വിളിക്കാം. അതായത് നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ലൈഫ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയറി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കോ നോട്ട് പാഡോ എന്തെങ്കിലും വാങ്ങിക്കാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഗോൾസ് നിങ്ങൾക്ക് എഴുതാം, അത് അച്ചീവ് ചെയ്യാനുള്ള വഴികളും നിങ്ങൾക്ക് അതിൽ എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതാം, ഡെയിലി ജേർണൽ എഴുതാം. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, മെമ്മറബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായ കാര്യങ്ങൾ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം ആരെങ്കിലും കണ്ടുമുട്ടി നല്ല കുറേ ഹാപ്പിനെസ് തരുന്ന മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം. അപ്പം ഞാൻ ഇട്ട പേരാണ് ലൈഫ് ബുക്ക് എന്ന്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇടാം, ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കെന്നോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ബുക്കെന്നോ അല്ലെങ്കിൽ മൈ സക്സസ് സ്റ്റോറി അല്ലല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം ഞാൻ ഇട്ടതാണ് ലൈഫ് ബുക്ക് എന്ന്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ലൈഫ് ബുക്കിൽ കോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമാണ്, കുറച്ച് പോയിന്റ്സ് ആണ്. ഡു ദിസ് വെൻ സമൺ ലോസിങ് ഇൻട്രസ്റ്റ് ഇൻ യു. ഇത് യൂഷ്വലി യൂസ് ചെയ്യേണ്ടി വരുന്നത് ഓഫ് കോഴ്സ് ലവേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗ്സിൻ്റെ ഇടയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഉണ്ടാക്കിയ ഇംപ്രഷൻ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ആദ്യം നോക്കാം, എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ ഓവർലി മറ്റുള്ളവർക്ക് അവൈലബിൾ ആവുക, നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾ ഓരോ വാല്യൂ കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവരുടെ വിചാരം നിങ്ങൾ വലിയ ഇതൊന്നും ഉള്ള ഒരാളൊന്നും അല്ല, നിങ്ങൾ വളരെ ചീപ്പാണ്, എപ്പോൾ വേണേലും നിങ്ങൾ ആക്സസിബിൾ ആണ്.
അപ്പം അതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പതുക്കെ പതുക്കെ കുറയും. നിങ്ങൾക്ക് പകരം അവർ മറ്റ് പലരെയും പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. സോ ഇതാണ് സംഭവം. ഇങ്ങനെയൊക്കെയാണ് പതിയെ പതിയെ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഗേൾ ഫ്രണ്ടിനോ ബെസ്റ്റ് ഫ്രണ്ടിനോ നിങ്ങളുടെ കൊളീഗ്സിനോ ഒക്കെ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് നിങ്ങളെ വലിയ കാര്യങ്ങൾക്കൊന്നും വിളിക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ 11ാമത്തെ പോയിന്റ് ആണ് കീപ് യുവർ സെൽഫ് ബിസി വിത്ത് ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് യു ജോയ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബിസി ആക്കി വെക്കുക. ഇപ്പം നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ എന്താണെങ്കിലും അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങളെ തന്നെ വളർത്താനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ വളരാൻ തുടങ്ങും. ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പം നിങ്ങൾ ഒരു ഡാൻസറാണ്, പക്ഷെ നിങ്ങൾക്ക് വലുതായിട്ട് ഡാൻസിൻ്റെ ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, പതിയെ പതിയെ ഡാൻസ് ചെയ്യുക. ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേജൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അവിടെ ഡാൻസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും ഫെസ്റ്റിവൽസോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് നടത്താം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡാൻസ് ടീച്ചർ ആവാം, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ആ ഒരു ഫീൽഡിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആൾക്ക് നിങ്ങളോടൊരു വില തോന്നും. ഇയാൾക്ക് തോന്നിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് വില തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടപ്പെട്ടു പോയൊരു വില, നിങ്ങളൊരു വലിയ ആളാണ്, അല്ലെങ്കിൽ ഇന്ന കഴിവുള്ള ഒരാളാണ്, നിങ്ങൾ അത്ര ചീപ്പായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല, നിങ്ങളങ്ങനെ ഈസിലി ആക്സസിബിൾ അല്ല, പഴയതുപോലെ നിങ്ങളെ ഇനി എപ്പോഴും വിളിച്ചാലൊന്നും കിട്ടത്തില്ല, നിങ്ങളങ്ങനെ പിടികിട്ടാത്ത ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു തോട്ട് അവരുടെ ഉള്ളിൽ വരും. സോ നിങ്ങളെ പറ്റി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇംപ്രഷൻ, അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും ഗൈസ്, ട്രസ്റ്റ് മീ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ലൈഫ് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ താല്പര്യമില്ലായ്മയിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് സംവൺസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫൈൻ യു. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളോട് താല്പര്യമില്ല, അതെന്താണ്? അപ്പോൾ പറയാം, അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അവനങ്ങനെ പ്രത്യേകിച്ച് ടാലൻ്റ് ഒന്നുമില്ല, അവനെന്തോ ചുമ്മാ ഇങ്ങനെ വൈ നോക്കി നടക്കുന്ന ഒരാളാണ്, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതാണ് ആ ഒരു സമയത്ത് അവരുടെ മൈൻഡിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡെഫിനേഷൻ, അത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇൻ കേസ് അവരങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഒരാൾക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡോണ്ട് പ്രയോറിറ്റൈസ് ദം. ഇത് മിക്കവരും ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ചില പെൺകുട്ടികൾ, ചില ആൺകുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. അവർ ഒരു സമയത്ത് അവരുടെ ബോയ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ ഇന്ന ആളിനെ ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് അവരുടെ കാര്യങ്ങൾ പോലും അവർ കളഞ്ഞിട്ട് അവർ മറ്റേ ആളിനെ, ഇപ്പം എനിക്ക് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം UPSC അതുപോലെ തന്നെ PSC ഒക്കെ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവർ രാത്രിയും പകലും കുത്തിയിരുന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ ആളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ ഇതൊക്കെ വാങ്ങിയിട്ട് എവിടെയോ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ പറയാമായിരുന്നു, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ അവരെ പ്രയോറിറ്റൈസ് ചെയ്യട്ടെ. കാരണം ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ യു. അവന് പ്രത്യേകിച്ച് നിങ്ങളെ വാല്യൂ ഒന്നുമില്ല. നിങ്ങളീ കൊടുക്കുന്നതൊക്കെ അവൻ എന്തോ ഒരു ചുമ്മാ ഒരു മിഠായി വാങ്ങിച്ചു കഴിച്ചു, പേപ്പർ കളയുന്നത് പോലെയാണ് കൊണ്ട് കളയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ വാല്യൂ ആണ് അവിടെ കളയുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ അന്ന് അവരത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുന്നുണ്ടായിരുന്നു, യു ആർ റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് കുറയ്ക്കുക. ആൻഡ് അവരുടെ ഒരു ഫ്രീഡത്തിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അതായത് അവർക്ക് എന്തൊക്കെയോ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഇൻട്രസ്റ്റ് ചിലപ്പോൾ നിങ്ങളല്ലായിരിക്കും. സോ അത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റോട് കൂടി തന്നെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് അവോയ്ഡ് പ്രഷറിങ് ദം. അതായത് ചില ആൾക്കാർ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നവരുണ്ട്. സി, നോ വൺ ലൈക്സ് ഫീലിംഗ് പ്രഷർഡ്.
ആർക്കും പ്രഷർഡ് ആവുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്ക് തന്നെ, എനിക്കിപ്പോൾ ഒരാൾ എൻ്റെ കൊളീഗ് വന്നിട്ട് നീ നാളെ എന്നെ ഇത് ചെയ്യണം, മസ്റ്റായിട്ട് ഇതും കൂടെ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നീ നാളെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറാവും. എനിക്കങ്ങനെ ഒറ്റ ഒരു ഇതിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണ് നീ അവിടെ പോകാൻ പാടില്ല, നീ അവിടെ പോകുമ്പോൾ ആരെയൊക്കെ കാണുന്നുണ്ട്, ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് എന്നോട് പറയണം, നിൻ്റെ വാട്സപ്പ് ചാറ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണം, നീ സംസാരിക്കുന്ന ആരൊക്കെയാണ് അതെല്ലാം റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരണം, ഇങ്ങനെയൊക്കെ പറയുന്നതുണ്ടല്ലോ. അല്ലെങ്കിൽ നീ ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല. ഇതെല്ലാം ഒരുമാതിരി പ്രഷറിങ് ആണ്. ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു പ്രഷറാണ് ഫീൽ ചെയ്യുന്നത്. ചിലർ വിചാരിക്കും ഇതൊക്കെ ഒരു റൊമാൻറ്റിക് ഫീലാണ് വരുന്നത്, പക്ഷെ ആക്ച്വലി അല്ല. ഇത് ശരിക്കും ഒരു പ്രഷറിങ് ഫീലാണ്. അവർക്ക് ആ ആളിന് ഭയങ്കര ഒരു എന്ത് പറയുന്ന ഒരു ചൂളക്കകത്തിലിട്ട് പുകയ്ക്കുക എന്ന് പറയത്തില്ല, ആ ഒരു ഫീലാണ് വരുന്നത്. അവർക്കൊരു ഫ്രീഡം ഇല്ല, അവർക്ക് അവരുടെ ലൈഫിനെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരല്ല അവരെ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കിൽ ഇന്ന ആൾ നിന്നിട്ട് ഇന്നതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നിങ്ങളെ ഇപ്പം അങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എത്ര ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ മറ്റുള്ള ഒരാളിനെ പ്രഷർ ചെയ്യുന്ന കാര്യം, അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങൾ നിർത്തുക. ലെറ്റ് ദം ടേക്ക് ദ ലീഡ്. അവരൊരു ലീഡ് എടുത്ത് വന്ന് നിങ്ങളോട് ഒന്നുകിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ എന്താണെന്ന് പറയുകയോ ചെയ്യട്ടെ. അല്ലാതെ നിങ്ങളായിട്ട് ഒരിക്കലും അവരെ പ്രഷർ ചെയ്യാൻ പോകരുത്. സോ അങ്ങനെയായിരിക്കാം വലിയൊരു റീസൺ ഈ ആൾക്കാർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഒരു മേജർ റീസൺ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പ്രഷർ ചെയ്യുന്ന പരിപാടി നിർത്തുമ്പോൾ ഒരുപക്ഷെ അവരൊന്ന് നോട്ടീസ് ചെയ്യും, എന്തു പറ്റി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇന്നലെ വരെ എന്നൊക്കെ. ഒരു പക്ഷേ ഞാൻ പറയണോ, ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് അങ്ങനെ സംഭവിക്കാറില്ല. അവരങ്ങനെ ജസ്റ്റ് മൈൻഡ് ചെയ്യും, എന്നിട്ട് പിന്നെ അവരുടെ കാര്യം നോക്കി പോകും, അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഒരാളെ ഓവറായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് വർക്ക് ഓൺ യുവർ ഇന്നർ സെൽഫ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റേ ആളിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ടൈം കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിലെ ടാലൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് കുറച്ചുകൂടെ ഒക്കെ പ്രോഗ്രസ് ആവേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാനുണ്ടോ, നിങ്ങളുടെ ഹെയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ, നിങ്ങളുടെ ലുക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ, നിങ്ങളുടെ കരിയറിൽ എന്താണ് ഇനി കൊണ്ടുവരാനുള്ളത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റാൻ എന്താണ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനുണ്ടോ, നിങ്ങളുടെ കാറിലും നിങ്ങളുടെ ബൈക്കിലും ഒക്കെ എന്തെങ്കിലും അപ്ഗ്രഡേഷൻസ് കൊണ്ടുവരാനുണ്ടോ, ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യുക. ആൻഡ് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ കൊള്ളില്ല, ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു സാധനം, ഒരു ഗാഡ്ജറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക, നല്ല ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക, ഇനി അതല്ല ഒരു കാറാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. സോ ആ സമയത്ത് മറ്റേ ആളിനെ ഫോക്കസ് ചെയ്യുന്നത് തൽക്കാലം അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പല പാഷൻസും നിങ്ങളിപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പം ചിലർ പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊരു പിയാനോ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ ചിലപ്പം ചെറുപ്പത്തിൽ നിങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നിരിക്കും, പക്ഷെ നിങ്ങൾ എപ്പോഴും അതൊക്കെ മറന്നുപോയി. അങ്ങനെ ഒരു പാഷൻ എനിക്ക് ഉണ്ടായിരുന്നോ എന്ന് പോലും ഓർമ്മയില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഈ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പഴയ പാഷൻസ് എന്തൊക്കെയാണ്, ഇപ്പം നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ഫ്രണ്ട്സ്. ഏട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെ നിൽക്കേണ്ട ആളാണ് എന്നൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഈ സമയത്ത് യൂസ് ചെയ്യുക. അല്ലാതെ അവൻ എന്നെ ഇട്ടിട്ട് പോയി, അവൾ എന്നെ ഇട്ടിട്ട് പോയി, എൻ്റെ ഫ്രണ്ട് ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, ഡോണ്ട് ബി അവൈലബിൾ ഓൾ ദ ടൈം. സി ഇതിപ്പോൾ നമുക്ക് എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മളിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരാളിനോട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. അവർക്ക് നമ്മളോടുള്ള വില ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്. ഒരു കാര്യത്തിന് നമുക്കൊന്ന് പുറത്ത് പോകാം, ഓക്കെ വരാം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്കൊന്ന് ചെയ്തു തരാം, ഓക്കെ ചെയ്തു തരാം. ഇങ്ങനെ പറയുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ വില അവിടെ കളയാണ്. എന്ന് വെച്ച് ഒരിക്കലും ആർക്കും ഒരു ഹെൽപ്പ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. എന്നോട് ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യും. എന്നോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചു ഞാൻ ആ ടൈമിൽ ഫ്രീ ആണെങ്കിൽ ഞാൻ എന്തായാലും അവർക്ക് ആ ഒരു ഹെൽപ്പ് ഒന്നുകിൽ അവരുടെ കൂടെ ചെല്ലാനായിരിക്കും, എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിരിക്കും. ഓക്കെ, നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു ടൈം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആകാതിരിക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ ചില പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ മാത്രമല്ല ബോയ്സും അങ്ങനെയാണ്. അവരുടെ ഇന്ന ആൾ വിളിക്കുമ്പം അവർ പെട്ടെന്ന് ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് അവരോട് സംസാരിക്കും. അപ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ കട്ടാവും, ഞങ്ങൾ ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ആവും. അങ്ങനെ ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും ഇന്ന ആൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ആൾ മെസ്സേജ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കണം. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ ആളുടെ മനസ്സിലൊരു തോട്ട് വരുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും അവൾ അല്ലെങ്കിൽ അവൻ റിപ്ലൈ തന്നോളും, അതുകൊണ്ട് അവൈലബിൾ ആണ്, അത്ര വലിയ വാല്യുബിൾ പേഴ്സൺ ഒന്നും അല്ല എന്നുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരും ഗായ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൺട്രോൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും അവരുടെ ചുറ്റിനുമുണ്ട്. നിങ്ങളുടെ ആ ഒരു ലവർ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിക്കുമ്പം നിങ്ങൾ എപ്പോഴും അവരുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു എന്താ പറയുന്നത്, അവരുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നൊരു ചീപ്പ് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു വിലയില്ലാതാവും. സോ അത് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ എപ്പോഴും അവരുടെ പാർട്ട്ണറിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനൊരു അവസരം അവിടെ കിട്ടുന്നില്ല. മിസ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നും അവർ തരത്തില്ല. അപ്പോൾ നിങ്ങളെ അവർ മിസ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു അവസരം അവർക്ക് നിങ്ങൾ കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ടെക്സ്റ്റ് ചെയ്യുക, കോൾ ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ നിർത്തി അതിനൊരു ടൈം വെച്ചിട്ട് ബാക്കി ടൈം നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റോപ്പ് കോണ്ടാക്ടിങ് ദം. ഇതെന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നോ പറയുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾ ഫോൺ എടുത്ത് അവരെ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വിലയൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഈ കോണ്ടാക്ട് ചെയ്യുന്ന പരിപാടി അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ഒരു ലിമിറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുവരിക. നെക്സ്റ്റ് ആണ് മേക്ക് ദം സീ യുവർ വാല്യൂ. ഈ ഒരു പോയിന്റ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ വില അവരുടെ മനസ്സിൽ കുറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വില അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ടാലൻസ് എന്താണോ അതൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡാൻസർ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡാൻസ് ഷോസ് കണ്ടക്ട് ചെയ്യുക, അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുക. നിങ്ങളത് എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ജേർണി നിങ്ങൾ എൻജോയ് ചെയ്യുക. ആൻഡ് അവരത് കാണുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ആളിൻ്റെ അടുത്താണ് നിങ്ങളിത് കാണിക്കുന്നതെങ്കിൽ, ആ ആളിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ആൾ കാണുന്ന രീതിയിലുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുക. ഇനി ആ ആൾ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾക്കിതൊക്കെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ആളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ആ ആൾ അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. സോ അങ്ങനെ നിങ്ങളുടെ ടാലൻസ് നിങ്ങൾ ആ ആളിനെ കാണിച്ചു കൊടുക്കുക. എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കത്തില്ല, അതുപോലെ നിങ്ങൾ മെസ്സേജിൻ്റെ റിപ്ലൈ ഒക്കെ ലേറ്റ് ആയിട്ടാണ് തരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ആളുടെ മനസ്സിലായി നിങ്ങൾ ബിസി ആയി, നിങ്ങൾ എൻഗേജ്ഡ് ആയി, നിങ്ങൾ കുറച്ച് ലെവലിലേക്കൊക്കെ എത്തി, പഴയ ആ ചീപ്പായിട്ടുള്ള ആളൊന്നും അല്ല എന്നുള്ളൊരു തോട്ട് ആളുടെ മനസ്സിൽ വരും. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്പെൻഡ് ടൈം വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കുക. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ആളുടെ കൂടെ ആയിരുന്നായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ആളിന് നിങ്ങളോട് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. കാരണം നിങ്ങളുടെ A to Z സ്റ്റോറി അവർക്കറിയാം, നിങ്ങളുടെ എല്ലാ ഇൻട്രസ്റ്റും അവർക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനൊന്നുമില്ല, നിങ്ങളോട് ചോദിക്കാനൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങളുടെ ലോകം അവരായിട്ട് ചുരുങ്ങും. നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താ എന്നോട് മിണ്ടാത്ത, ഇവളെന്താ ഇപ്പം എന്നോട് പഴയ പോലെ ഒന്നും ചോദിക്കാത്ത എന്നൊക്കെ ചിന്തിക്കും.
അപ്പോൾ അങ്ങനെ ഒരാളിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടാതിരിക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ നെയ്ബേഴ്സിനോടൊക്കെ സംസാരിക്കാം, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും, അടുത്തുള്ള വീട്ടിലെ പ്രായമുള്ള ആൾക്കാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാർ, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ളവരെയൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ആൾക്കാരൊക്കെ ഫോണിലൊക്കെ, പഴയ ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണ്ടത്തെ പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ പഠിച്ചവരും നമ്മളെ പഠിപ്പിച്ചവരും അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ളവരൊക്കെ, അവരെയൊക്കെ വിളിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ വരും. പലരും ലൈഫിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, പലരും റിലേഷൻഷിപ്പിനെ, വ്യക്തികളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിന് പുറത്ത് വന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു രീതിയിലും കൂടെ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് നമ്മളുടെ അടുത്ത പോയിന്റ്. മറ്റുള്ളവരുമായിട്ട് സമയം ചെലവാക്കാൻ വേണ്ടി പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുവാണ്, നിങ്ങൾക്കൊരു വില തരുവാണ്, അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം. ഇനി അക്സെപ്റ്റ് ചെയ്തിട്ടും പിന്നെയും അവരുടെ സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നോ പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന്. ഡോണ്ട് ബി ടു പുഷി. അതായത് അവർ തിരിച്ചു വരുമ്പോൾ ആ ആളിനോട് വീണ്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഒന്നിനെ നിർബന്ധിക്കരുത്. നമുക്ക് പഴയതുപോലെ ഇന്ന പോലെ ആവാം, പഴയ പോലെ നമുക്ക് ഔട്ടിംഗ് ഒക്കെ പോവാം, പഴയതുപോലെ നമുക്ക് ഇന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം, നമുക്ക് ഇന്ന ഫുഡൊക്കെ കഴിക്കാൻ പോവാം, വരൂ, എന്താ വരാത്തെ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരെ ആ പ്രഷറൈസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. അവർക്കൊരു ഫ്രീഡം, സ്പേസ്, റെസ്പെക്റ്റ് എല്ലാം കൊടുക്കുക. അവരായിട്ട് മുൻകൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു നോക്കാം, എനിക്ക് ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട്, വരാൻ പറ്റുമോ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല. സോ അങ്ങനെ ഒരു ജെന്റിലായിട്ടുള്ള രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നെക്സ്റ്റ് പോയിന്റാണ്, അവരുടെ പെരുമാറ്റത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എക്സ്ക്യൂസസ് ഒന്നും പറയാതിരിക്കുക. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം അവർ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുവാണ്. അപ്പം നമ്മൾ പറയാണ് ഇന്ന പോലെ നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുവാണ്. അതവരെ വീണ്ടും ആ ഒരു പഴയ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പം അവരുടെ വിചാരം നമ്മൾ അവരെ വീണ്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ മനസ്സിലുള്ള ആ ഒരു വിലയൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങും. നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആ പോയിന്റ് മാത്രം പറയാം. പിന്നീട് അവരത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിപ്പോവും. അല്ലാതെ അവരുടെ പുറകിന് പിന്നെ നമുക്ക് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ആൻഡ് നമ്മുടെ ഫൈനൽ പോയിന്റാണ്, ഒന്നാമത്തെ പോയിന്റാണ്. ഈ ഒരു പോയിന്റ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റാണ്, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുമ്പം ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നിങ്ങളുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കണം. ഇപ്പം നിങ്ങൾക്ക് മറ്റേ ആളുടെ ഇഷ്ടം അനുസരിച്ചുള്ളൊരു ലൈഫാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, പരസ്പരം ഒരു ഐക്യമുള്ള ഒരു ലൈഫാണ് വേണ്ടതെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾ ആരാണ് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്ക് ഈ ലൈഫ് മതി, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എത്ര നാൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? സോ അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉണ്ടായിരുന്നത്. മറ്റൊരാൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ കൊളീഗ്സോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആ ആളിന് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറയുമ്പം നിങ്ങൾ എന്താണ് ആ ആളിനെ ഇഷ്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ ആളിന് നിങ്ങളോടുള്ള ആ പഴയ ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.